നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ വയനാട്ടിലാണ് പൂക്കോട് വെറ്ററിനറി കോളേജ്. ഇവിടുത്തെ 2ാം വർഷ വിദ്യാർത്ഥിയായ തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി സിദ്ധാർത്ഥനെ ഹോസ്റ്റൽ മുറിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതായി കണ്ടെത്തിയിട്ട് ഇന്നേക്ക് 10 ദിവസമായി. പോലീസിൻ്റെ അന്വേഷണത്തിൽ മനസ്സിലായത് സിദ്ധാർത്ഥൻ ക്രൂരവും പ്രാകൃതവുമായ ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇരയായി എന്നാണ്. ഫെബ്രുവരി 15-ന് കോളേജിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് യാത്രയായ സിദ്ധാർത്ഥൻ എറണാകുളത്ത് എത്തിയപ്പോൾ വളരെ അടിയന്തരമായ ഒരാവശ്യമുണ്ടെന്ന് പറഞ്ഞ് സഹപാഠിയും SFI യൂണിറ്റ് സെക്രട്ടറിയുമായ ഇഹ്സാൻ തിരിച്ചു വിളിക്കുകയായിരുന്നു. തുടർന്ന് 3 ദിവസം ഭക്ഷണം പോലും കൊടുക്കാതെ സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. കണ്ണീരോടെയാണ് ഞാൻ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ചത്. സിദ്ധാർത്ഥനെ നിലത്തിട്ട് നെഞ്ചിലും വയറ്റിലും ചവിട്ടിയതിൻ്റെയും കഴുത്തിൽ ഇലക്ട്രിക് വയർ വെച്ച് മുറുക്കിയതിൻ്റെയും തെളിവുകളുണ്ട്. ബെൽറ്റ് കൊണ്ടും വടി കൊണ്ടും അടിച്ചതിൻ്റെ പാടുകൾ ശരീരമാസമകലം ഉണ്ട്. കവിളിൻ്റെ 2 ഭാഗത്തും തലയുടെ പിറകിലും ചുമലിലും ക്ഷതങ്ങളുണ്ട്. ഹോസ്റ്റലിലും കോളേജിന് പിറകിലെ കുന്നിൻ മുകളിലും വെച്ചാണ് സിദ്ധാർത്ഥൻ കൊടിയ മർദ്ദനത്തിന് ഇരയായത് എന്നും പറയുന്നു. അപമാനം സഹിക്കവയ്യാതെ സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്തതാവാം, അല്ലെങ്കിൽ പ്രതികൾ കെട്ടിത്തൂക്കിയതാവാം. കോളേജ് യൂണിയൻ പ്രസിഡന്റ് കെ അരുൺ, ഇഹ്സാൻ, റഹാൻ, സിൻഡോ എന്നിവരുടെ നേതൃത്വത്തിലാണ് മൃഗീയവും പൈശാചികവുമായ ആൾക്കൂട്ട വിചാരണ നടന്നതെന്ന് സിദ്ധാർത്ഥൻ്റെ സഹപാഠികൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഇവർ ഉൾപ്പെടെ 12ഓളം വിദ്യാർത്ഥികൾ ഒളിവിലാണ്. 6 പേരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തതായി വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ സംരക്ഷണയിലാണ് പ്രതികളുടെ ഒളിവ് സുഖവാസം. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്ന് തൊണ്ട പൊട്ടുമാർ ഉച്ചത്ത് വിളിക്കുന്ന SFIക്കാരോട് ചോദിക്കാൻ ഒന്നേയുള്ളൂ: സ്വാതന്ത്ര്യം വിദ്യാർത്ഥിയെ കൊല്ലാനുള്ളതാണോ? മാതൃപ്രസ്ഥാനമായ CPMന് സ്വന്തമായി പോലീസുണ്ട്, കോടതിയുണ്ട്. അതുപോലെ SFIക്കും വിചാരണ കോടതിയുണ്ടോ? SFIയുടെ ഫാഷിസത്തിൻ്റെ കാടത്തത്തിൻ്റെ ഇരയല്ലേ സിദ്ധാർത്ഥൻ? നമുക്ക് പരിശോധിക്കാം. സിദ്ധാർത്ഥൻ്റെ മാതാപിതാക്കൾ തത്സമയം ചേരുന്നു. അപ്പം ഭരണമുന്നണിയുടെ പ്രതിനിധി അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, ABVP നേതാവ് ഈശ്വരപ്രസാദ്, KSU നേതാവ് അസ്ലം ഉലിക്കൻ എന്നിവരും അതിഥികളാവുന്നു. ചർച്ചയിൽ പങ്കെടുക്കാൻ SFI നേതാക്കളെ ക്ഷണിച്ചെങ്കിലും അവർ പ്രതിനിധിയെ അയച്ചില്ല. കുറ്റബോധം കൊണ്ടാവാം. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. അപ്പം പ്രേക്ഷകരെയും. ഞാൻ ഈ ചർച്ച അച്ഛനിൽ നിന്ന് ആരംഭിക്കുകയാണ്. സിദ്ധാർത്ഥൻ്റെ അച്ഛനിൽ നിന്ന് ആരംഭിക്കുകയാണ്. കോളേജിൽ സീനിയർ വിദ്യാർത്ഥികളിൽ നിന്ന് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളെപ്പറ്റി സിദ്ധാർത്ഥൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ ഒരു കാര്യം ഇതുവരെയ്ക്കും പറഞ്ഞിട്ടില്ല. സീനിയർ വിദ്യാർത്ഥികളെ ഉപദ്രവിക്കുന്നോ അതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടില്ല, വീട്ടിലും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സംഭവം മുമ്പ് ഉണ്ടായിട്ടില്ല. ചിലപ്പോൾ പറയാത്തതാണോ എന്നറിയില്ല. ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് അവൻ്റെ സഹപാഠികളും അവർക്ക് കുറച്ച് PTA അംഗങ്ങളും കുറച്ച് ടീച്ചേഴ്സും എല്ലാം പറയുന്നത് നിരന്തരം അവിടെ ഒരു റാഗിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഈ സംഭവം കഴിഞ്ഞിട്ട് അറിയുന്നത്. മുമ്പൊന്നും പറഞ്ഞിട്ടില്ല. മോൻ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, സിദ്ധാർത്ഥനോട് ഇങ്ങനെ മോശമായി പെരുമാറാൻ എന്തെങ്കിലും കാരണമുണ്ടായിരുന്നോ? പൊതുവിൽ എങ്ങനെയായിരുന്നു സിദ്ധാർത്ഥൻ? ഇപ്പോൾ കോളേജിൽ നിന്നും വീട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്ത് സിദ്ധാർത്ഥൻ കുറച്ച് സ്മാർട്ടാണ്. കോളേജിൽ നിന്നും വീട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്ത് കോളേജിലെ അന്തരീക്ഷം, അതുപോലെ ഹോസ്റ്റലിലെ അന്തരീക്ഷം, ഇതൊക്കെ സ്വാഭാവികമായും മാതാപിതാക്കളോട് പങ്കുവെക്കുമല്ലോ. അവിടെ നടക്കുന്നതൊക്കെ എപ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള ദുരനുഭവം നേരിട്ടതായിട്ട് പറഞ്ഞിട്ടുണ്ടോ?
ഇല്ല, അതിനെക്കുറിച്ച് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ട് പറഞ്ഞിട്ടില്ല. അവനിങ്ങനെ പറയും, ഹോസ്റ്റലിലെ കോളേജിലെ ചേട്ടന്മാര് മുമ്പ് സീനിയർ ചേട്ടന്മാര് അവിടെ അവർ മദ്യപാനമുണ്ട്, അവർ ഡ്രഗ്സ് ഉപയോഗിക്കുന്നു, അതെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്താ നിനക്ക് അതിനോട് താല്പര്യമുണ്ടോ? അവൻ പറയും, അയ്യോ എനിക്ക് താല്പര്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെയൊക്കെ അവൻ തമാശ വേണം പറയും. പക്ഷേ സംഭവം അത് കറക്റ്റാണെന്നുള്ളതിന് പിന്നെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സീനിയർ ചേട്ടനും അവരെല്ലാവരും ഡ്രഗ്സും അവർ മദ്യപാനം എല്ലാം ഉണ്ട് അച്ഛൻ അവിടെ ഹോസ്റ്റൽ റൂമിലും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ അവൻ അവിടെ അല്ലായിരുന്നു, കോളേജ് ക്യാമ്പസിലെ ഹോസ്റ്റലിലല്ല. ഫസ്റ്റ് ഇയറിൽ അവിടെ നിന്ന് ഒരു 20 കിലോമീറ്റർ മാറി കൽപ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്താണ് അവൻ്റെ ഹോസ്റ്റൽ. അതുകൊണ്ട് ഫസ്റ്റ് ഇയർ ടൈമിൽ സീനിയേഴ്സിന് ഇവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല, തൊടാൻ പറ്റില്ല. സെക്കൻഡ് ഇയർ മുതലാണ് കോളേജ് ക്യാമ്പസിനകത്ത് ഹോസ്റ്റലിൽ വരുന്നത്. അത് മുതലാണ് ഈ റാഗിങ് സ്റ്റാർട്ട് ചെയ്യുന്നതല്ല. നമുക്കറിയില്ലായിരുന്നു, മുമ്പൊന്നും അറിയില്ലായിരുന്നു. ഇപ്പോഴും അവൻ്റെ കുറച്ച് കൂട്ടുകാരും അവരുടെ കുറച്ച് ടീച്ചേഴ്സും എല്ലാം ഇങ്ങനത്തെ കാര്യങ്ങൾ പുറത്തു വിടുന്നത്. ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ ഒരുപാട് ഡ്രഗ്സ് കാര്യങ്ങളുണ്ട് വെച്ചാൽ അവർ പാർട്ടിക്കാരുണ്ട്, അവർ ഒറ്റ പാർട്ടിയേ ഉള്ളൂ അവിടെ, അവർ SFI യൂണിറ്റ് മാത്രമേ ഉള്ളൂ. ഡ്രഗ്സ് ഉണ്ട്, അവിടെ മദ്യപാനമുണ്ട്. ഹോസ്റ്റൽ റൂമിൽ പോയി കഴിഞ്ഞാൽ അവിടെ മദ്യത്തിൻ്റെ കുപ്പി മാത്രമേ ഉള്ളൂ അവരെ ഹോസ്റ്റൽ റൂമിൽ എന്ന് പറയും. ഞാൻ പറയും, ഓക്കെ, നീ അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, അത് അവരുടെ കാര്യം, നീ ആരുടെ റിപ്പോർട്ടും ചെയ്യേണ്ട, നീ നിൻ്റെ കാര്യം നോക്കി പഠിച്ചൊന്നും പോകും. നിനക്ക് വേറെ സഹായം എന്തെങ്കിലും വേണമെങ്കിൽ സീനിയർ ചേട്ടനോട് ചോദിക്കുക, ചേട്ടന്മാരോട് ചോദിക്കുക, അവർ ചെയ്തു തരും. ഇത്ര കാര്യങ്ങൾ ഞാൻ ആ സമയത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളൂ. പക്ഷെ ഇത്ര ക്രൂരമായി ഇങ്ങനത്തെ ഒരു കാര്യം നടക്കുന്നു എന്നുള്ളത് മകൻ്റെ ഈ സംഭവം കഴിഞ്ഞിട്ടുള്ള നമുക്ക് ശക്തമായ വിവരങ്ങൾ കിട്ടി, അതിൻ്റെ പ്രൂഫ് ഉൾപ്പെടെ കിട്ടി. അതിന് ശേഷമാണ് നമുക്ക് മനസ്സിലായത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ അധ്യാപകരൊന്നും ഇതിലൊന്നും ഇടപെടാറില്ലേ? സാധാരണ ഹോസ്റ്റലിന് വാർഡൻ ഉണ്ടാവാറുണ്ട്. മാത്രമല്ല അധ്യാപകരുടെ ഒരു ശ്രദ്ധ സ്വാഭാവികമായി ഉണ്ടാവുമല്ലോ ഇക്കാര്യത്തിൽ. അവരൊന്നും ഇത് ശ്രദ്ധിക്കാറില്ലേ? അതോ ഈ SFIക്കാരെ അഴിച്ചു വിട്ടതാണോ? ഇല്ല, അധ്യാപകരും അവരൊന്നും ഇതിൽ ഇടപെടില്ല. അവൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, തമാശ രൂപയുടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അച്ഛാ അവരെ അധ്യാപകരോ ഡീനോ അവരൊന്നും ഇതിൽ ഇടപെടാൻ പറ്റില്ല, എല്ലാ നിയന്ത്രണവും അവർ ആ യൂണിറ്റിലാണ്, SFIയുടെ അവരുടെ ഇതിലാണ്. അവർ കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ചെയ്യില്ലായിരിക്കും, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല, അവർക്ക് പേടിയായിരിക്കും. അവരാരും ഇടപെടില്ല, ഡീൻ ഉൾപ്പെടെ ഒരു കാര്യത്തിൽ അവിടെ ഇടപെടില്ല. അവൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അവിടെ. ഞാനെപ്പോഴും ഒരു സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല, തമാശയായിട്ടല്ലേ പറയുന്നത്. പക്ഷെ കാര്യമാണ് പറയുന്നത്. അവന് ബുദ്ധിമുട്ടുണ്ടായി തോന്നിയിട്ടില്ല ആ സമയത്ത്. അവനൊരു ബുദ്ധിമുട്ടുണ്ടായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ അത് റിപ്പോർട്ട് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യുമായിരുന്നു. അധ്യാപകരും ആരും ഇതിനെക്കുറിച്ച് പ്രതികരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന അവനന്ന് പറഞ്ഞത്, എല്ലാ അധ്യാപകർക്കും അറിയാം, അവിടുത്തെ ഡീനും അറിയാം, എല്ലാവർക്കും അറിയാം ഹോസ്റ്റൽ റൂമിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നു. നമുക്കും അറിയാം, ആ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അത് കാര്യമില്ല, ഞാൻ പറഞ്ഞു നിന്റെ കാര്യം നോക്കി നീ അങ്ങ് പോയാൽ മതി, ഇതേക്കുറിച്ച് കൂടുതൽ നീ ആർക്കും പറയാൻ നിൽക്കേണ്ട, നിനക്കൊരു ഉപദ്രവം ഇല്ലല്ലോ, ഒരു കുഴപ്പമില്ല, നീ കാര്യം നോക്കി നീ പഠിച്ചു പോകും എന്ന് പറഞ്ഞങ്ങ് വിട്ടു. സെക്കൻഡ് ഇയർ മുതലായി അവർ റാഗിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്, സെക്കൻഡ് ഇയർ മുതലായി ഇങ്ങനെ ക്രൂരമായിട്ട് കുട്ടികളെ ഉപദ്രവിക്കുന്നത്, ഈ കാര്യം അറിയുന്നത് മകൻ്റെ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷമാണ്. അവൻ്റെ കൂട്ടുകാരും കുറച്ച് ആൾക്കാരും കൂടെ വളരെ സങ്കടത്തോടു കൂടി എൻ്റെ കൂടെ വന്ന് പറഞ്ഞിട്ട് പോയത് ഈ കാര്യം. വളരെ രഹസ്യമായിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് പോയി, മകൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി. അതുമുതൽ എനിക്ക് ഈ കാര്യങ്ങളും, പിന്നെ എൻ്റെ ഭാര്യയുടെ സഹോദരനുണ്ട്, അവന് നല്ല വിവരങ്ങൾ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്, സോളിഡായിട്ടുള്ള പ്രൂഫ് ഉൾപ്പെടെ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം കൊണ്ട് നമുക്ക് മനസ്സിലായി അവിടെ നടക്കുന്ന കാര്യങ്ങളല്ല. പ്രത്യേകിച്ച് അവിടെ SFI ആണ് ഭരിക്കുന്നത്. ഇവനെ സസ്പെൻഡ് ചെയ്ത അവരിൽ SFI യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെ വലിയ നേതാക്കന്മാരെല്ലാം ഉണ്ട് അവിടെ. ഇവനെ സസ്പെൻഡ്, ഇപ്പോൾ ആൻറ്റി റാങ്കിങ് പ്രകാരം സസ്പെൻഡ് ചെയ്തു 12 പേരെ. ആ 12 പേര് സസ്പെൻഡ് ചെയ്തതിൽ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി ഉണ്ട്, പിന്നെ അവരുടെ വലിയ നേതാക്കളുണ്ട്, എല്ലാവരും ഉണ്ട് അവിടെ, ആ കോളേജിലെ നേതാക്കൾ. അവരെ ആരും ഇതുവരെയ്ക്കും തൊടാൻ പറ്റിയിട്ടില്ല, അവർ കണ്ടിട്ട് പോലുമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, അവർ തന്നെയാണ് അവിടെ ഭരിക്കുന്നത്, അവർ തന്നെയാണ് അവരെ കുട്ടികളെ കൊലയ്ക്ക് കൊടുക്കുന്നത്. അമ്മയോടാണ് ഞാൻ ചോദിക്കുന്നത്, സിദ്ധാർത്ഥൻ അവസാനമായി എപ്പോഴാണ് സംസാരിച്ചത്? പതിനെട്ടാം തീയതി ഒരു 12:30 ആയപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് വിളിച്ചു.
വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ഞാൻ കിടക്കുകയായിരുന്നു അമ്മ, ഇപ്പോൾ കഴിക്കാൻ പോവും, ഒരു മണിക്ക് ഞാൻ പോവും. ഇതാ ലാസ്റ്റ് പറഞ്ഞേ, 1 മണിക്ക് പോകും എന്ന്. അപ്പോൾ ഞാൻ ഒരു ദിവസം ഞാൻ ടൈം പറയില്ല ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പം അന്ന് പറയും ഞാനിപ്പോൾ പോവും 1 മണിയാവുമ്പോൾ. മോനെ ഓക്കെ ഇനിയിപ്പോൾ കിടക്കണ്ട മോനെ, എണീക്ക് ഇനിയിപ്പോഴോ ഒന്ന് കഴിക്കുമെന്ന് പറഞ്ഞു. ഇത്രയും ലാസ്റ്റ് എൻ്റെ അടുത്ത് സംസാരിച്ചു. ഇത് കഴിഞ്ഞ് ഞാൻ ഈവനിങ് ആയപ്പോൾ കാര്യം അറിഞ്ഞു. അല്ല, അപ്പം മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നില്ലേ? ഇല്ല, ഇവിടുന്ന് തിരികെ പോയ ദിവസം മുതൽ അവന് സംസാരിക്കുന്ന ശരിക്കും ലിമിറ്റായിരുന്നു. അതായത് ഇപ്പോൾ കിടക്കുന്നമ്മ വിളിക്കാം, ഞാൻ വിളിക്കാം, പിന്നെ വിളിക്കാം, ഞാനിപ്പോൾ കിടക്കുന്നു. അപ്പോൾ ഞാൻ ക്ഷീണമായിരിക്കാം, പിന്നെ അവധിയല്ലേ, കിടന്നോ, പിന്നെ വിളിക്കാം, ഞാൻ വിളിക്കാം കേട്ടോ, ഇപ്പം ചാർജില്ല എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞങ്ങ് പെട്ടെന്ന് നിർത്തും. എൻ്റെ ഇടയ്ക്ക് 2 പ്രാവശ്യം എനിക്ക് കിട്ടിയില്ല, 2-3 പ്രാവശ്യം വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് അവൻ്റെ ഒരു ഫ്രണ്ടിനെ അക്ഷയനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, മോനെ സിദ്ധുവിനെ ഒന്ന് ഇങ്ങോട്ട് വിളിക്കാൻ പറയുക എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സിദ്ധു ഇങ്ങോട്ട് വിളിച്ചു. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ആ ഫോണ് ഞാൻ എൻ്റെ അടുത്തല്ലേ ഇരുന്ന് ചാർജ് ചെയ്യാൻ വെച്ചിരുന്നു, ഞാൻ കേട്ടില്ല, എങ്കിൽ വയ്ക്കട്ടമ്മ ഇത്രയും പറഞ്ഞിട്ട് വയ്ക്കുകയും ചെയ്തു. പിറ്റേ ദിവസം വീണ്ടും ഞാൻ ഇതുപോലെ കോൾ ചെയ്യുമ്പോൾ കിട്ടാത്തതുകൊണ്ട് ഞാൻ അക്ഷയനെ വീണ്ടും മെസ്സേജ് അയക്കുന്നു, മോനെ സിദ്ധുവിനടുത്ത് ഒന്ന് കോൾ ചെയ്യുമോ എന്ന് ഞാൻ പറയും മോനെ എന്ന് എന്നിട്ട് ഒരു വാട്സപ്പ് മെസ്സേജ്. അത് കഴിഞ്ഞിട്ടും സിദ്ധു ഇങ്ങോട്ട് എന്നെ വിളിച്ചു. അപ്പോൾ ഇതാ പറയുന്നത്, ഞാൻ കിടക്കുകയായിരുന്നു, പിന്നെ റൂമിൽ ആരും ഇല്ലേ? ഉണ്ട്, ഞാൻ കിടക്കുന്നമ്മ, ഞാൻ പിന്നെ വിളിക്കാമേ, ഇത്രയും പറഞ്ഞിട്ടങ്ങ് കട്ട് ചെയ്യും. ഫെബ്രുവരി 14-നല്ലേ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചത് അല്ലേ? പതിനഞ്ചിന് എറണാകുളം വരെ യാത്ര ചെയ്തു, പിന്നെ തിരിച്ചു പോയി അല്ലേ? അതിനെക്കുറിച്ച് വല്ലതും പറഞ്ഞോ? എന്താണ് തിരിച്ചു പോകാനുള്ള കാരണം എന്ന് അമ്മ ചോദിച്ചിരുന്നു? രാവിലെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, റഹാൻ വിളിച്ചിരുന്നു, ഒരു പേപ്പർ എനിക്ക് ഇവിടെ കൊടുക്കണം, അത് എൻ്റെ കയ്യിലായിപ്പോയി, ഞാൻ പോയാലേ പറ്റുള്ളൂ അമ്മ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വെച്ചാൽ കോളേജ് കാര്യമല്ലേ അമ്മ, പോയിട്ട് വാ, അടുത്ത ആഴ്ച വന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ വയ്ക്കട്ടോ, എൻ്റെ കയ്യിൽ ചാർജില്ല, ഞാൻ ചെന്നിട്ട് വിളിക്കാം അമ്മ, അത്യാവശ്യമായിട്ട് റഹാൻ വിളിച്ച്. അവനൊക്കെ പോയിട്ട് രാവിലെ വിളിക്കണേ എന്ന് പറഞ്ഞു. രാവിലെ ചെന്നിട്ട് ഞാൻ ഇങ്ങോട്ടാവും വിളിച്ചിട്ടില്ല, രാവിലെ ഒരു 10 മണി വരെ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല. അപ്പോഴാണ് ഞാൻ വിളിക്കുന്നത്. 8 മണി മുതൽ 10 മണി വരെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ അക്ഷയനെ ആദ്യം വിളിച്ചത്. അങ്ങനെയാണ് തിരികെ വിളിച്ചത്. സിദ്ധാർത്ഥൻ്റെ മരണത്തിന് ശേഷം അക്ഷയുമായിട്ട് സംസാരിച്ചോ? അക്ഷയിന് കോളേജിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാമോ? അക്ഷയനെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് 2 ദിവസം കോണ്ടാക്ട് ചെയ്തപ്പോൾ അവൻ എനിക്ക് സിദ്ധു വിളിക്കത്തക്ക രീതിയിൽ മറുപടി ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകിൽ അടുത്ത് കാണണം, അല്ലെങ്കിൽ അക്ഷയായിട്ട് അത്രയും കോണ്ടാക്ട് ഉണ്ടായിരിക്കണം, എങ്കിലല്ലേ പറയാൻ പറ്റുള്ളൂ ഇങ്ങോട്ട് വിളിക്കാൻ. പിന്നെ ഇത് അറിഞ്ഞിട്ട് ഞാൻ അക്ഷയനെ വിളിച്ചു, അപ്പോൾ എടുത്തില്ലായിരുന്നു. അൽത്താഫിനെ വിളിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ആക്സിഡൻ്റ് എന്നാണ് അറിഞ്ഞത്. അപ്പം എനിക്ക് അവൻ്റെ അടുത്തൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. അപ്പോൾ അൽത്താഫ് ഫോൺ എടുത്തു, എന്നിട്ട് കട്ട് ചെയ്തു. റഹാനെ വിളിച്ചപ്പോൾ റഹാൻ പറഞ്ഞു, ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, അതങ്ങനെയാണ് വന്നത്, അതങ്ങനെയാണ്. ഞാൻ എന്ത് ഇഷ്യൂ ആയിരുന്നാലും എനിക്ക് മോനടുത്തൊന്ന് സംസാരിച്ചാൽ മതി, മോന് ഒന്ന് ഫോൺ കൊടുക്ക്, അത് ആ ഇഷ്യൂ വന്നുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചേ, ഞാനപ്പോൾ അറിയുന്നില്ല എന്താണെന്ന്. എന്നിട്ട് റഹാൻ കട്ട് ചെയ്തു. പിന്നെ വേറെ ആരുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല, എന്നുവെച്ചാൽ ആരും എടുക്കുന്നില്ലായിരുന്നു. പിന്നീട് മരണപ്പെട്ട വിവരം ആരാണ് അറിയിക്കുന്നത്? അത് ഞങ്ങളുടെ ഒരു കസിൻ പി ജി ചെയ്യുന്നുണ്ട് അവിടെ. ആ കുട്ടി ബ്രദറിനെ വിളിച്ച് പറഞ്ഞത്. ഉച്ചയ്ക്ക് എന്തോ അവർ വിളിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ഈവനിങ് ആയപ്പോൾ അറിഞ്ഞു. അവിടെ നടന്ന ക്രൂരകൃത്യങ്ങളെ കുറിച്ച് സിദ്ധാർത്ഥൻ്റെ സഹപാഠികളോ അല്ലെങ്കിൽ സീനിയർ വിദ്യാർത്ഥികളോ ആരെങ്കിലും അറിയിച്ചോ? അവരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നോ?
ഇല്ല ഇല്ല, എന്നെ ആരും ബന്ധപ്പെട്ടിട്ടില്ല, ആരും ഒന്നും പറഞ്ഞിട്ടുമില്ലായിരുന്നു. സിദ്ധാർത്ഥിന് 1-2 സഹപാഠികളുമായി അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാനായി ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ അമ്മ ഇപ്പോൾ പറഞ്ഞതുപോലെ അവരൊന്നും അങ്ങോട്ട് ഉള്ളു തുറക്കുന്നില്ല. അവർക്കും പേടിയാണ്, അവരും ഭയചകിതരാണ്. ഞാനൊരു പെൺകുട്ടിയെടുത്ത് ഞാൻ സംസാരിച്ചു. അപ്പോൾ ആ കുട്ടിക്ക് കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ ഞാൻ ഒരാളോട് ചോദിച്ച ശേഷം തിരിച്ച് വിളിക്കാം എന്നാണ് പറഞ്ഞത്. പിന്നെ അങ്ങോട്ടേക്ക് വിളിച്ചപ്പോൾ ഫോണ് എടുത്തില്ല. കൃത്യമായിട്ട് അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് അറിയാം സിദ്ധാർത്ഥനോട് ചെയ്ത ഈ പാതകത്തെക്കുറിച്ച് അവർക്ക് നല്ലതായി അറിയാം. പക്ഷേ അവരാരും അത് തുറന്ന് പറയുന്നില്ല. ഇപ്പോഴും SFIയുടെ നേതാക്കന്മാരെ അവർ പേടിക്കുകയാണ് എന്ന് തന്നെയാണ് ഞാൻ അനുമാനിക്കുന്നത്. ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലായത് പൂക്കോട് വെറ്ററിനറി കോളേജ് SFIയുടെ സർവാധിപത്യത്തിലാണ്. അവിടം ഭരിക്കുന്നത് SFI ആണ്. കണ്ണൂരിൽ ഒക്കെ ഉള്ളതുപോലെ പാർട്ടി ഗ്രാമത്തിൻ്റെ മറ്റൊരു പതിപ്പ്. തിരുവായ്ക്ക് എതിർവായില്ല. ആരെങ്കിലും ചോദ്യം ചെയ്താൽ അവരെ നഗ്നരാക്കിയാണ് മർദ്ദിക്കുന്നത്. പ്രാകൃതമായ മെത്തേഡുകളാണ് സ്വീകരിക്കുന്നത്. ഈ ഒരു പൊതുവേദിയിൽ അത് പറയാൻ പറ്റില്ല. ചോദിക്കാനും പറയാനും അധ്യാപകർ പോലുമില്ല. കേരളം ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബാണ് എന്നാണല്ലോ നമ്മുടെ മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമൊക്കെ നാഴികക്ക് 40 വട്ടം വിളിച്ച് പറയുന്നത്. നോക്കൂ, കേരളത്തിലെ ഒരു പ്രൊഫഷണൽ കോളേജിലാണ് ഈ ദാരുണ സംഭവം അരങ്ങേറിയത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് മിണ്ടാട്ടമില്ല. മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല. ഗവർണർക്ക് നേരെ മുക്കിലും മൂലയിലും കരിങ്കൊടി കാട്ടുന്ന ആവേശം എന്തേ SFIക്ക് ഈ വിഷയത്തിലില്ല? SFIക്കാരനോടാണ് ഞാൻ ചോദിക്കുന്നത്. ഈ സംവാദം കാണുന്ന SFIക്കാരനെങ്കിലും ഉള്ളിൽ ഒന്ന് പ്രതികരിക്കുക. അസ്ലം ആ ക്യാമ്പസിൽ പോയിരുന്നു ഈ സംഭവത്തിന് ശേഷം അല്ലേ? അതെ, ഞാൻ പറഞ്ഞതുപോലെ തന്നെയല്ലേ, അതുപോലെ സിദ്ധാർത്ഥൻ്റെ അച്ഛൻ പറഞ്ഞതുപോലെയല്ലേ അവിടെ കാര്യങ്ങൾ നടക്കുന്നത്? തീർച്ചയായിട്ടും. നമുക്കറിയാവുന്നതുപോലെ കേരളക്കരെ എമ്പാടും ഞെട്ടിച്ചിരിക്കുന്ന ഒരു വലിയ കൊലപാതകത്തിൻ്റെ ചുരുളഴിയിക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നു പോകുന്നത്. സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ അവൻ്റെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരു സാധാരണക്കാരനായ മാതാവിൻ്റെയും പിതാവിൻ്റെയും പുത്രനായ സിദ്ധാർത്ഥ് തിരുവനന്തപുരത്ത് നിന്ന് ചുരം കയറി വയനാട്ടിലേക്ക് ചെന്നത് അവൻ്റെ ഉന്നത വിദ്യാഭ്യാസം നല്ല രീതിയിൽ കൊണ്ടുപോയി അവൻ്റെ കുടുംബത്തിനെ നോക്കാൻ വേണ്ടിയാണ്. അങ്ങനെ വലിയ സ്വപ്നങ്ങളുമായി ചുരം കയറിയ ഒരു കുട്ടി തിരിച്ച് 18-ാം തീയതി നിശ്ചല ശരീരവുമായി തിരിച്ച് തിരുവനന്തപുരത്തേക്ക് യാത്രയായി. അതിൻ്റെ കാരണക്കാർ ആകെ SFI മാത്രമാണ് എന്നുള്ളത് കേരളത്തെ എമ്പാടും ഞെട്ടിച്ചിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് വരുന്ന മാതാപിതാക്കൾ, കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന മാതാപിതാക്കൾ ഇത് നോക്കുമ്പോൾ തങ്ങളുടെ മക്കളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി അയക്കുന്ന അവർ ഇനി എങ്ങനെ അങ്ങോട്ട് സ്വതന്ത്രമായി സമാധാനമായി വിദ്യാർത്ഥികളെ ക്യാമ്പസിലേക്ക് അയക്കും എന്ന ചോദ്യം പോലും ഇവിടെ ഉയരുകയാണ്. ഞാൻ ഉൾപ്പെടെയുള്ള KSU സംസ്ഥാന ഭാരവാഹികൾ ഈ ക്യാമ്പസിലേക്ക് കഴിഞ്ഞ ദിവസം കടന്നു ചെന്നിരുന്നു. വലിയ ഞെട്ടിക്കുന്ന ഒരു അക്രമ പരമ്പരയ്ക്ക് നേതൃത്വം നൽകുന്ന ആളുകൾ അവിടെ തമ്പടിച്ച് നിൽക്കുക. 14-ാം തീയതി മുതൽ 18-ാം തീയതി വരെ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനെ ആ ക്യാമ്പസിലിട്ട് തലങ്ങും വിലങ്ങും ആക്രമിച്ചിട്ട് പോലും ഒന്ന് തിരിഞ്ഞു പോലും നോക്കാൻ ഒരു തരത്തിലും അനുവദിക്കാത്ത അവിടുത്തെ ഉദ്യോഗസ്ഥനായ ഡീൻ ഉൾപ്പെടെ ഈ വിഷയത്തിൽ കുറ്റക്കാരനാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് അവിടെ ചെന്നപ്പോൾ മനസ്സിലായത്. ആ സിദ്ധാർത്ഥിനെ ആക്രമിച്ച ആ ഹോസ്റ്റലിൻ്റെ വാർഡൻ ആ കോളേജിൻ്റെ അധികാരി കൂടിയായ ഡീനാണ്. ഞങ്ങളോട് അദ്ദേഹം നേരിട്ട് പറയുന്നത് സിദ്ധാർത്ഥനെ മരണപ്പെട്ടു എന്ന് കരുതി അവിടെ തൂങ്ങി നിന്ന സിദ്ധാർത്ഥിനെ അഴിച്ചതും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതും ഞാനാണ് എന്ന് പറയുന്ന അതേ ഡീൻ ഒരിക്കൽ പോലും പോലീസിനോട് അതേ സമയത്ത് ഒരു പരാതി നൽകുകയോ
ഇവിടെ വ്യക്തമായ അന്വേഷണം നടക്കണമെന്ന് പറയുകയോ ചെയ്തിട്ടില്ല. അവിടെ വലിയ ദുരൂഹതയുണ്ട്. ആ ദുരൂഹതയാണ് ഇനി വെളിച്ചത്ത് വരേണ്ടത്. നമുക്കറിയാം, ഇപ്പോൾ സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ വന്നപ്പോൾ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കേരളത്തെ ഞെട്ടിച്ചു കഴിഞ്ഞു. സിദ്ധാർത്ഥിൻ്റെ മുതുകിലും ചുമരിലും നെഞ്ചിലും വയറ്റിലും ഉൾപ്പെടെ SFIയുടെ പ്രവർത്തകർ, അവിടുത്തെ കൊടിമൂത്ത സഖാക്കൾ കയറി നിന്ന് താണ്ഡവമാടിയിട്ടും 3-4 ദിവസം തുടർച്ചയായി സിദ്ധാർത്ഥിനെ ഹോസ്റ്റലിൽ വെച്ച് ആക്രമിച്ചിട്ടും ഒന്ന് തിരിഞ്ഞു പോലും നോക്കാൻ തയ്യാറാവാത്ത ആ ഹോസ്റ്റലിൻ്റെ അധികാരി കൂടിയായ ഡീൻ ഈ വിഷയത്തിൽ കുറ്റക്കാരനാണ് എന്ന് പറയാൻ KSU ഈ നിമിഷത്തിൽ ആഗ്രഹിക്കുക. ഒരു നിമിഷം, എത്രയോ സഹപാഠികളുണ്ടല്ലേ? ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ മർദ്ദിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പ്രതികരിക്കില്ലേ? പോട്ടെ, പ്രതികരിച്ചില്ലെങ്കിലും പോലീസിനെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കുമല്ലോ, അല്ലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അത്രമാത്രം ഇവർക്ക് കീഴ്പ്പെട്ട് നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ, അടിമകളെ പോലെ കഴിയേണ്ടി വരുന്ന അവസ്ഥ, അത് വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല. താങ്കൾ പറഞ്ഞല്ലോ, ഈ ഡീൻ ഉൾപ്പെടെയുള്ള അവിടുത്തെ അധ്യാപകർ അവരും ഈ SFIയുടെ അടിമകളായി മാറിയല്ലോ എന്ന് ഇവിടെ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, SFI എന്ന സംഘടന അതിൻ്റെ പേര് കൊണ്ട് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ആണെങ്കിൽ അത് ഇപ്പോൾ ക്രിമിനൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് മാറ്റിയ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കേരളത്തിലെ വിവിധ ക്യാമ്പസുകൾ അവർ ഏകാധിപത്യത്തിൻ്റെ കൂത്തരങ്ങായി മാറ്റിക്കൊണ്ടിരിക്കുക. ആ ക്യാമ്പസുകളിലൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ഇടിമുറികളുണ്ടായിട്ടും ആ ഇടിമുറികളിൽ വെച്ച് വിദ്യാർത്ഥികളെ പരിക്കേൽപ്പിച്ചതിൻ്റെയും നിരവധിയായ കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ക്യാമ്പസാണ് ഈ പറയുന്ന വെറ്റിനറി പൂത്തോട് ക്യാമ്പസ്. ആ ക്യാമ്പസിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അവിടുത്തെ അധ്യാപകർ ഉൾപ്പെടെ ഈ പറയുന്ന SFI ക്രിമിനലുകളെ പേടിച്ചുകൊണ്ടാണ് മുന്നോട്ട് ഓരോ നിമിഷവും കടന്നു പോകുന്നത്. നിരവധി അധ്യാപകർ അവിടെ ഒരുപക്ഷെ സത്യം വിളിച്ചു പറയാൻ വെമ്പൽ കൊണ്ട് നിൽപ്പുണ്ട്. നിരവധി വിദ്യാർത്ഥികൾ അവിടെ സത്യം വിളിച്ചു പറയാൻ വെമ്പൽ കൊണ്ട് നിൽപ്പുണ്ട്. പക്ഷേ അവർക്കൊക്കെ പറയാൻ പേടിയാണ്. എന്തുകൊണ്ടാണ് പേടി? SFI എന്ന ക്രിമിനൽ കൂട്ടം അവിടെ കഞ്ചാവിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ട് അവിടെ ഹോസ്റ്റൽ മുറികൾ അവരുടെ താണ്ഡവ കേന്ദ്രമാക്കി എന്നുള്ളതാ കാരണം. ഇതിന് കൂടാണ്ട് ഈ വിദ്യാഭ്യാസം പൂർത്തിയാക്കി കടന്നു പോകുന്ന നിരവധിയായ SFIയുടെ ക്രിമിനലുകൾ വീണ്ടും ആ ക്യാമ്പസിലേക്ക് കടന്നു വരുന്നു. അവരാണ് ആ ഹോസ്റ്റലുകൾ നിയന്ത്രിക്കുന്നതും അത് ഭരിക്കുന്നതും. അത്തരത്തിലുള്ള ക്രിമിനലുകളാണ് സിദ്ധാർത്ഥിനെ ഉപദ്രവിച്ചിട്ടുള്ളത്. നമുക്കറിയാം, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളിൽ ഉൾപ്പെടെ 22-ാം തീയതി കോളേജ് മാനേജ്മെൻറ്റ് പുറത്തിറക്കിയ ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 12ഓളം വരുന്ന വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യപ്പെട്ടതായി കണ്ടു. ആ 12 വിദ്യാർത്ഥികളും SFIയുടെ ഭാഗമാണ് എന്നുള്ളതാണ് ഇതിൽ ഞെട്ടിപ്പിക്കുന്ന കാര്യം. കോളേജ് യൂണിയൻ പ്രസിഡന്റ് ഉൾപ്പെടെ കോളേജിലെ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെ ഇതിൽ ആ സസ്പെൻഡ് ചെയ്യപ്പെട്ട വിദ്യാർത്ഥികളുണ്ടായിട്ടും ഇന്ന് അവിടെ കേസെടുത്ത് അവിടെ അന്വേഷണത്തിന് വിളിച്ചു വരുത്തിയ 6ഓളം വരുന്ന ആളുകളിൽ ഇവരാരും പെടുന്നില്ല. ഞങ്ങൾ അവിടെ KSU സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ആ ക്യാമ്പസിലേക്ക് 23-ാം തീയതി കടന്നു ചെല്ലുകയും 23-ാം തീയതി തന്നെ കോളേജിൻ്റെ അധികാരിയായ ഡീനെ ഉപരോധിക്കുകയും ചെയ്തു. അന്ന് ഉപരോധിക്കാൻ കടന്നു ചെന്നപ്പോൾ അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരായിരുന്ന ഉദ്യോഗസ്ഥർ അവർ കടന്നു വന്നു. ഞങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് കടന്നു വന്നത്. അന്ന് പ്രതിരോധിക്കാൻ വന്ന ആ പോലീസുകാരുടെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങളോട് പറയുമ്പോൾ ഈ കേരള സമൂഹം ഞെട്ടും. ഈ പറയുന്ന 12ഓളം വരുന്ന SFIയുടെ ക്രിമിനലുകൾ, ആ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയാണ് ഞങ്ങളെ പ്രതിരോധിക്കാനായിട്ട് അന്ന് കടന്നു വന്നത്. എന്തുകൊണ്ട് അന്ന് പോലീസ് അവിടെ വെച്ച് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തില്ല? 24-ാം തീയതിയും ക്യാമ്പസിൽ സ്വൈര്യവിഹാരം നടത്തിയ SFIയുടെ ഈ ക്രിമിനലുകൾ, പ്രതിപ്പട്ടികയിലുള്ള ഈ ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന നിലപാടല്ലേ ഇപ്പോൾ സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നത്? കേരളം ഭരിക്കുന്ന പിണറായി വിജയന് ഒത്താശ പാടി നടക്കുന്ന SFIയും DYFIയും ഒക്കെയാണ് ഈ ക്രമസമാധാന നില കൈകാര്യം ചെയ്യുന്നതെങ്കിൽ കേരള സമൂഹത്തിൻ്റെ നില വളരെ വലിയ ഗുരുതാവസ്ഥയിലേക്ക് പോകും എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തട്ടെ. ഈശ്വർ പ്രസാദ്, AVP എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? AVPക്ക് അവിടെ യൂണിറ്റ് ഉണ്ടോ? പൂക്കോട് വെറ്ററിനറി കോളേജിൽ നടക്കുന്ന ഇത്തരം കലാപരിപാടികളെക്കുറിച്ച് നേരത്തെ AVPക്ക് അറിയാമായിരുന്നോ? അധികാരികളോട് പരാതിപ്പെട്ടിരുന്നോ? ഈശ്വർ പ്രസാദ്.
ABVPക്ക് അവിടെ പ്രവർത്തകരുണ്ട്. ആ പ്രവർത്തകരുമായിട്ട് കൃത്യമായിട്ടുള്ള കണക്ഷൻ ABVP കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് വച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ചെല്ലുന്ന സമയത്തെല്ലാം വളഞ്ഞിട്ട്, അതായത് പുറത്തുനിന്ന് ഒരു ABVPയുടെ പ്രവർത്തകൻ എന്തെങ്കിലും പ്രവർത്തനത്തിന് ആവശ്യമായിട്ട് അവിടെ ചെന്നാൽ അവരെ വളയുന്ന ഒരു സാഹചര്യമാണ് ആ ക്യാമ്പസിൽ വർഷങ്ങളായിട്ട് ഉള്ളത്. അത് ഇന്നും ഇന്നലെയുമല്ല, വർഷങ്ങളായിട്ട് അത്തരത്തിലുള്ളൊരു അപ്രോച്ചാണ് SFI പോലുള്ള സംഘടനകളുടെ ഭാഗത്ത് നിന്ന് അവിടെ ഉണ്ടായിട്ടുള്ളത്. അധ്യാപകരുടെ ഭാഗത്തും അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ദിവസം ABVPയുടെ NEC മെമ്പറും CWC മെമ്പറും അടക്കമുള്ള പ്രവർത്തകർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡീനെ ഉപരോധിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെല്ലുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ SFIയുടെ ഗുണ്ടകളും എല്ലാം അവിടെ ഉണ്ടായിരുന്ന സമയത്ത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പോലീസിന് വരേണ്ട അവസ്ഥയാണ്. അത് ഡീൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, നമ്മളെന്തെങ്കിലും ചെയ്തു കളയുമോ എന്നുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് പോലീസ് അവിടെ അന്ന് എത്തിയിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഒരു വിദ്യാർത്ഥി അവിടെ മരിച്ചു കഴിഞ്ഞിട്ട് ഇത്രയും ദിവസം പോലീസ് എവിടെയായിരുന്നു? ആ ക്യാമ്പസിനകത്ത് നടന്നിരുന്ന ആൾക്കാരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല. ആ വിദ്യാർത്ഥി മരിച്ച ശേഷം, സിദ്ധാർത്ഥ് മരിച്ച ശേഷം ആരാണ് വീട്ടിൽ വിളിച്ചു പറഞ്ഞത്? ആ ഡീനൊരു ഉത്തരവാദിത്തമില്ലേ? ആ ക്യാമ്പസിലെ ഒരു വിദ്യാർത്ഥി മരിച്ച സമയത്ത് ആ കുടുംബത്തെ വിളിക്കാനുള്ള ചങ്കൂറ്റം പോലും ഡീനില്ല. ABVPയുടെ പ്രവർത്തകർ, ABVPയുടെ CWC മെമ്പർ ശ്രീഹരിയേട്ടൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ ചെന്നിട്ട് അവർ ഉപരോധിച്ചതിൻ്റെ പിറ്റേ ദിവസമാണ്, ഞായറാഴ്ചയാണ് ഡീൻ അല്ലെങ്കിൽ സർവകലാശാലയുടെ പ്രതിനിധി വീട്ടിൽ പോകുന്നത്. ഒന്ന് വിളിക്കാൻ പോലും ധൈര്യമില്ലാത്ത ആൾക്കാരാണോ അവിടുത്തെ അധികൃതർ? അത്തരത്തിൽ SFIക്ക് വേണ്ടിയിട്ട് SFIയുടെ അടിമകളായിട്ട് നിൽക്കുന്ന സാഹചര്യമാണ് അവിടെ ഉള്ളത്. അത്തരത്തിൽ ഭീകരാന്തരീക്ഷം, നമ്മളൊക്കെ കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ള ഭീകരാന്തരീക്ഷമാണ് ആ ക്യാമ്പസിലുള്ളത്. ഇത് കേരളത്തിലെ ആ ഒരു പൂക്കോട് ക്യാമ്പസിൽ മാത്രമുള്ള അവസ്ഥയല്ല, പല ക്യാമ്പസുകളിലും ഇതേ അവസ്ഥയാണ്. നമ്മൾ മഹാരാജാസിൽ കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ പല ക്യാമ്പസുകളും മാറി വരുന്ന സമയത്ത് വീണ്ടും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ളത്. 10 ദിവസമായിട്ടും ഇന്നാണ് 10ാമത്തെ ദിവസമാണ് 6 പേരെ അറസ്റ്റ് ചെയ്യുന്നത്. ഇത്ര ദിവസം എവിടെയായിരുന്നു പോലീസ്? ABVP ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രതിഷേധവുമായിട്ട് ചെല്ലുന്ന സമയത്ത് മാത്രം അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണോ പോലീസിന് ശമ്പളം കൊടുക്കുന്നത്? അതോ ഒരു സംഭവം ഉണ്ടായാൽ ഉടനടി ആക്ഷൻ എടുക്കുവാനും ഒരു വിദ്യാർത്ഥിയുടെ ജീവന് സംരക്ഷണം കൊടുക്കാൻ കഴിയാത്ത തരത്തിലാണോ പോലീസ് അവിടെ ഉള്ളത്? സർവകലാശാല അധികാരികളുടെ കാര്യം ഞാൻ പറഞ്ഞു. ഇതുവരെ VC ഇതുമായി ബന്ധപ്പെട്ട് എന്ത് നടപടിയാണ് എടുത്തത്? എന്നാണ് അവരെ സസ്പെൻഡ് ചെയ്തത്? എന്തിനാണ് ഇത്ര വൈകിയത് സസ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്? സംഭവം നടന്ന എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് സസ്പെൻഡ് ചെയ്യുന്നത്? സംഭവം കഴിഞ്ഞ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് പോലീസ് കേസെടുക്കുന്നത്? ഇത്രയും ദയനീയമാണോ കേരളത്തിലെ ക്യാമ്പസിലെ അവസ്ഥ എന്നുള്ളത് പൊതുസമൂഹം ഇന്ന് ചോദിക്കുന്നുണ്ടാവും. അത്തരത്തിലേക്ക് കേരളത്തിലെ ക്യാമ്പസുകളെ മാറ്റിയിരിക്കുകയാണ് SFIയുടെ തെമ്മാടിക്കൂട്ടം. നമ്മൾ വാർത്താമാധ്യമങ്ങളിൽ കണ്ടു, അവിടെ സ്വന്തമായിട്ടൊരു കോടതി, സ്വന്തമായിട്ടൊരു വിചാരണ, ഇതെല്ലാം ഒരു ജനാധിപത്യ രാജ്യത്ത് ഇതെല്ലാം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഈ കേരളത്തിൽ മാത്രമാണ്. ഇത്രയും മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോയി. സ്വന്തമായി പാർട്ടി കോടതി ഉണ്ട് എന്ന് മുമ്പ് വനിതാ നേതാവ് പറഞ്ഞതുപോലെയാണ് ഇന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അത് പാർട്ടി തീരുമാനിച്ചോളും. ഇതാണ് കേരളത്തിലെ ക്യാമ്പസുകളുടെ അവസ്ഥ. ഇത്തരത്തിലേക്ക് ക്യാമ്പസുകളെ മാറ്റുന്നത് കൊണ്ടാണ് ഈ കേരളത്തിലെ കലാലയങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ പലായനം ചെയ്ത് ജീവനും കൊണ്ട് ഓടുന്നതാണ് അവർ. എങ്ങനെയാണ് ഇത്തരം ക്യാമ്പസുകൾ കേരളത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക? സ്വാഭാവികമായിട്ടും ബാംഗ്ലൂരും പുറത്തുമെല്ലാം പോയി പഠിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം ഇത് തന്നെയാണ്. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ പഠിക്കുവാനും ഹോസ്റ്റലിൽ താമസിക്കുവാനുമുള്ള സാഹചര്യമില്ല. അതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. യെസ്, അഡ്വക്കേറ്റ് ബലദേവ, തികച്ചും പ്രാകൃതമായ ഈ ആൾക്കൂട്ട വിചാരണ നടന്നത് കേരളത്തിലാണ്. മോബ് ലിഞ്ചിങ് തന്നെയാണ്. ഇപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളാണല്ലോ താങ്കളെപ്പോലുള്ളവരൊക്കെ ഇക്കാര്യത്തിൽ താരതമ്യം ചെയ്യാൻ എടുക്കുന്നത്. ഉത്തരേന്ത്യയിൽ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ, നിരക്ഷരായിട്ടുള്ളവർ ഒരുപക്ഷെ ഇത്തരം മോബ് ലിഞ്ചിങ്ങിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടാകും. ഇവിടെ ഇതൊരു പ്രൊഫഷണൽ കോളേജാണ്. ഈ പ്രൊഫഷണൽ കോളേജിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിട്ടുള്ള വിദ്യാർത്ഥികൾ, അതും SFIക്കാർ. നോക്കൂ, ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബാണ് കേരളം എന്നാണല്ലോ പറയാറുള്ളത്. എങ്ങനെയാണ് അഡ്വക്കേറ്റ് ബലദേവ് ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ
ഇതുപോലുള്ള ക്രിമിനലുകൾ കേരളത്തിലെ ക്യാമ്പസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ, ഭരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ മാതാപിതാക്കൾ മക്കളെ ഇത്തരം പ്രൊഫഷണൽ കോളേജുകളിലേക്ക് അയക്കുക? ഇത് ഒരു സിദ്ധാർത്ഥന്റെ പ്രശ്നമായിട്ട് ഞാൻ ഇതിനെ കാണുന്നില്ല. കാരണം നിരവധി വിദ്യാർത്ഥികൾ പല കോളേജ് ക്യാമ്പസുകളിൽ നേരിടുന്നൊരു പ്രശ്നമാണ്. വിശേഷിച്ച് ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികളെ ഉപദ്രവിക്കുക. ഇത് ജൂനിയർ സ്റ്റുഡന്റ് അല്ല, 2ാം വർഷ വിദ്യാർത്ഥിയാണ്. അപ്പൊ ഇതിനെ നമുക്ക് SFI അല്ല ആര് ചെയ്താലും ഇങ്ങനെയുള്ള തോന്നിയാസങ്ങളൊന്നും ന്യായീകരിക്കാൻ ഞങ്ങളാരും ആളൊന്നുമല്ല. എന്റെ അന്വേഷണത്തിൽ ആ കോളേജിലായിട്ട് വർഷങ്ങളായിട്ട് ഒരു വിദ്യാഭ്യാസ യൂണിറ്റ് മാത്രമേ ഉള്ളൂ, SFIയുടെ മാത്രമേ. മറ്റു വിദ്യാർത്ഥി സംഘടനകളൊന്നും അവിടെ പ്രവർത്തിക്കുന്നില്ല. പല കോളേജുകളിലും ആ ഒരു സ്ഥിതിയുണ്ട്. അപ്പൊ അവിടെ തീർച്ചയായിട്ടും ഇപ്പൊ അച്ഛനും അമ്മയൊക്കെ സംസാരിക്കുന്നത് കേട്ടു. അവരുടെയൊക്കെ ദുഃഖത്തിൽ പങ്കുചേരുക എന്നുള്ളതല്ലാതെ നമുക്കൊന്നും അവരൊന്നും ആശ്വസിപ്പിക്കാനൊന്നും പറ്റില്ല. കാരണം അത്രയും ക്രൂരമാണ് ഒരു അച്ഛനും അമ്മയ്ക്കും വലിയ പ്രതീക്ഷയോടെ കുഞ്ഞുങ്ങളെ വിശേഷിച്ച് പ്രൊഫഷണൽ കോളേജുകളിലേക്ക് അയക്കുമ്പോൾ അവര് വരുന്നത് ഒത്തിരി സ്വപ്നം കണ്ടുകൊണ്ടാണ് അച്ഛനും അമ്മ ഇരിക്കുന്നത്. ഞാനും അങ്ങനെ ഒരു അച്ഛനും അമ്മയാണ്. 2 മക്കളും പ്രൊഫഷണൽ ഗ്രാജുവേറ്റ്സ്. അപ്പൊ അവർക്കൊക്കെ ഇങ്ങനെ സംഭവിച്ചാൽ, ഒരു പനി വന്നാൽ പോലും നമുക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റില്ല. ചിലപ്പോൾ വിളിച്ചു പറയും പനിയാണ്, പറഞ്ഞാൽ പോലും നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. അപ്പൊ ഇത് അച്ഛനും അമ്മയും എങ്ങനെ എന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. അപ്പൊ ഇവിടെ ഇതിനകത്ത് നമ്മൾ രാഷ്ട്രീയമായിട്ട് മാത്രമല്ല, കാരണം ഈ വിദ്യാർത്ഥി മേഖലകളിൽ പണ്ട് ഒരു ചർച്ച ഉണ്ടായിരുന്നു. ഞാൻ അതിന്റെ കൂടെ തന്നെ നിൽക്കുകയാണ്. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എല്ലാം ഇങ്ങനെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ ആവശ്യമാണോ എന്നൊരു ചോദ്യമുണ്ട്. ഈ വിദ്യാർത്ഥി സംഘടനകൾ ഒരു പരിധിവരെ പലപ്പോഴും അതിരുവിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളിലേക്ക് പോകുന്നു. അതുകൊണ്ട് ആ വിദ്യാർത്ഥി സംഘടനകൾ പലപ്പോഴും വിദ്യാർത്ഥികളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാതെ ചില, ഇവിടെ നേരത്തെ AVPയുടെ സുഹൃത്താണെന്നൊന്ന് പറഞ്ഞു, പുറത്തുനിന്നുള്ള വിദ്യാർത്ഥികൾ, ആ പല കോളേജിൽ, ഞാനും കൊല്ലം ശ്രീനാളെ കോളേജിൽ പഠിച്ചപ്പോൾ ഞാനും അനുഭവിച്ചത്. അവിടെ പലപ്പോഴും പുറത്തുനിന്നുള്ള കുറെ ആൾക്കാരാണ്. കാര്യം കോളേജിൽ പഠിക്കുന്നവർ, ഇപ്പൊ കോളേജുകളെല്ലാം ജൂനിയർ ഡിഗ്രി വരെയുള്ളൂ. ഇപ്പൊ PG ഒന്നുമില്ല കോളേജ്. സാധാരണ കോളേജ് പ്രൊഫഷണൽ അല്ലായിരുന്നു ഉദ്ദേശിച്ചത്. ബാക്കി കോളേജുകൾ ഡിഗ്രി വരെയാണ്. പണ്ട് നമുക്കറിയാം പ്രീ ഡിഗ്രി ഡീലിംഗ് ചെയ്യും. പ്രീ ഡിഗ്രി മാറ്റിയപ്പോൾ ഡിഗ്രി മുതലാണ് കോളേജിൽ വരുന്നത്. അപ്പൊ അവിടെ കോളേജിൽ വരുമ്പം സീനിയർ വിദ്യാർത്ഥികൾ മാത്രമല്ല, അതൊരു 18, 19, 20 അല്ലെങ്കിൽ 21 വയസ്സൊക്കെയാണ് അവിടെ വരുന്നത്. പുറത്തു നിന്നുള്ള ചില ഇതിനകത്തുള്ള ഇന്റർഫിയറൻസ് ഉണ്ടാവും. അപ്പൊ ഈ വിദ്യാർത്ഥികൾക്ക് പല ക്യാമ്പസിലും നമുക്കറിയാം, വിശേഷിച്ചും പ്രൊഫഷണൽ കോളേജുകളിലാണ് ഈ ലഹരി മരുന്നിന്റെ ഉപയോഗങ്ങൾ. ഈ അടുത്ത സമയത്ത് നമ്മൾ പല കോളേജുകളിൽ കണ്ടതാണ്. പക്ഷെ നമ്മൾ ഒരിക്കൽ ചർച്ച ചെയ്തതാണത്. ലഹരി മരുന്നിന്റെ ഉപയോഗം പ്രൊഫഷണൽ കോളേജുകളിൽ മാത്രമല്ല, ഇപ്പൊ സ്കൂൾ തലത്തിൽ വരെ ഏതാണ്ട് 10ാം ക്ലാസ്, +1, +2 അവർ പലപ്പോഴും അതിന്റെ കാരിയറായിട്ട് മാറുന്നു. ചില കുട്ടികൾ, പെൺകുട്ടികൾ വരെ ഈ മേഖലകളിലേക്ക് കൊണ്ടുവന്ന് തെറ്റിക്കുന്ന ഒരു ഡ്രസ് കാരിയർ സംഘം കോളേജിന് പുറത്ത്, അല്ലെ സ്കൂളിന് പുറത്ത്, കോളേജല്ല, ഇപ്പോൾ 10ാം ക്ലാസ്, +2 എന്ന് പറയുന്ന സ്കൂളാണ്, അതിനൊക്കെ പുറത്ത് ഇങ്ങനെയൊക്കെയുള്ള ഒരു ഡ്രസ് കാരിയർ സംഘമൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസം ഇത് ഇന്നും തുടങ്ങിയ കാര്യമല്ല. പണ്ട് നമ്മളൊരു ചർച്ചയിൽ പറഞ്ഞതുപോലെ വർഷങ്ങളായിട്ട് തന്നെ ഈ ലഹരി സംഘങ്ങൾ, അപ്പൊ ഈ കുട്ടികളെ പലരെയും, ഇപ്പൊ ഈ സീനിയർ കുട്ടികളെന്ന് പറയുന്നവരും അവരെ രക്ഷാകർത്താക്കൾ നല്ല രീതിയിൽ പഠിക്കാൻ തന്നെ വിട്ടിട്ടുള്ള, അതിന് തർക്കമൊന്നുമില്ല. അവിടുത്തെ ഈ വിദ്യാർത്ഥി യൂണിയന്റെ പ്രസിഡന്റ് ഒരു അരുണ്, പിന്നെ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി അമൽ ഇഷ, ഇവരെയൊക്കെ രക്ഷാകർത്താക്കൾ എന്തായാലും വിട്ടിരിക്കുന്നത് മറ്റുള്ളവരെ കൊല്ലാനും ഉപദ്രവിക്കാനും അല്ല. അവരും രക്ഷാകർത്താക്കൾ വിടുന്നത് ഈ കുട്ടികൾ നല്ലതുപോലെ പഠിച്ചു വരാൻ. പക്ഷെ ഈ ക്യാമ്പസ് ചെന്ന് കഴിയുമ്പോൾ ഇങ്ങനെയുള്ള പുറത്ത് ബാഹ്യമായിട്ടുള്ള ഇടപെടലുകൾ, ചില കൊച്ചു പ്രായത്തിൽ ചില കുഞ്ഞുങ്ങൾക്കെതിരെ മദ്യം വെച്ച് നീട്ടുക, ലഹരി മരുന്നുകൾ ഉപയോഗിക്കുക, അതൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളിലേക്ക് തള്ളിവിടുന്നു. പക്ഷെ എനിക്ക് നിങ്ങൾ പറയുന്നതിന് അപ്പുറത്ത് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ കുട്ടി ഫെബ്രുവരി മാസം 18ാം തീയതി ആത്മഹത്യ ചെയ്ത നിലയിലാണ് കണ്ടെത്തിയത്. അപ്പൊ ഞങ്ങളിത് കോടതി, വിശേഷിച്ച് ക്രിമിനൽ കേസുകൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകനാണ്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ആത്മഹത്യകൾ, അച്ഛനും അമ്മയും ഇരിക്കുന്നുണ്ട്, അവർക്ക് വിഷമം ഉണ്ടാവും. പക്ഷേ ആത്മഹത്യകൾ പലപ്പോഴും ആത്മഹത്യകൾ തന്നെയാണോ? അതിനപ്പുറത്തേക്ക് നടന്ന ഇതൊരു കൊലപാതകത്തിന് ശേഷമുള്ള ആത്മഹത്യയാണ്. അതായത് ഒരു വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ അയാൾ ഉപദ്രവിച്ച് ജീവനോടെയാണ് ഒരുപക്ഷെ കെട്ടിത്തൂക്കുന്നതെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിൽ ആത്മഹത്യയുടെ റിപ്പോർട്ട് അത് ഒരു ഡോക്ടർക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. കാര്യം എന്നെ 4 പേര് കൂടി ഉപദ്രവിച്ചിട്ട് എന്നെ ജീവനോടെ കെട്ടിത്തൂക്കി. ഒരു കാര്യം, അതായത് 3 ദിവസം തുടർച്ചയായി മർദ്ദനം ഏൽക്കുന്നു, അതും വളരെ പ്രാകൃതമായ രീതിയിൽ, വളരെ മൃഗീയമായും പൈശാചികമായും. മൃഗീയമെന്ന് പറയാൻ പറ്റില്ല, മൃഗങ്ങളൊന്നും ഇങ്ങനെ ചെയ്യില്ല, ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല മൃഗങ്ങൾക്ക്. അങ്ങനെ കൊടിയ മർദ്ദനത്തിന് ഇരയായിട്ടുള്ള മൃതപ്രായനായ സിദ്ധാർത്ഥൻ എങ്ങനെ തൂങ്ങി മരിക്കും? എനിക്ക് സംശയമുണ്ട്. സിദ്ധാർത്ഥൻ തൂങ്ങി മരിച്ചതല്ല, സിദ്ധാർത്ഥനെ കൊന്ന ശേഷം കെട്ടിത്തൂക്കിയതാണ്. ആ നിലയിൽ തന്നെ അന്വേഷണം പോണം. സിദ്ധാർത്ഥൻ അങ്ങനെ സാധിക്കില്ല. ഞാൻ പറഞ്ഞു വരുന്നത് സൂയിസൈഡിന് ചില സിംറ്റംസ് ഞങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കാറുള്ളതാണ്. അത് പ്രത്യേക ക്രിമിനോളജി പ്രത്യേക പരിധിയാണ്. അതായത് ഇതിന് കുറെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ
ആത്മഹത്യ ചെയ്യാൻ ഒരാളെ തയ്യാറെടുത്തു കഴിഞ്ഞാൽ ദിവസങ്ങൾക്ക് മുമ്പ് അയാളുടെ മാനസികാവസ്ഥയിൽ ഒന്ന് പ്രകടമാവും. ഒന്ന് അയാൾ കൂടെ മരണത്തെക്കുറിച്ച് സംസാരിക്കും, ഒറ്റയ്ക്ക് നടക്കും, ചില പ്രത്യേക സമയങ്ങളിൽ വയലന്റ് ആകും, അതുപോലെ തന്നെ വ്യത്യസ്തമായ മാനസിക വിഭ്രാന്തികൾ കാണിക്കും. ചിലപ്പോൾ അയാൾ ലഹരി മരുന്നുകൾ ഉപയോഗിക്കാം. ദിനചര്യകൾ മൊത്തത്തിൽ കുറെ അടുത്ത് വരുന്ന 1-2 ദിവസങ്ങളിൽ പല ഒരു നിമിഷം കൊണ്ട് ചിലരൊക്കെ ഒരു നിമിഷം കൊണ്ട് തീരുമാനത്തിലേക്ക് പോകും. പക്ഷെ ഇങ്ങനെ ചില മാനസിക വിഭ്രാന്തികൾ ഇതിനടുത്ത് ഇതിപ്പം ഞാൻ പറഞ്ഞു കേട്ടിടത്തോളം ഏതാണ്ട് 3 ദിവസത്തോളം ആ കൊച്ചു പയ്യനെ ഉപദ്രവിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പൊ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പ് ചില മാനസികമായിട്ട് ചില പ്രത്യേകത, അത് മെഡിക്കൽ സയൻസിലും ക്രിമിനോളജിയിലും പറയുന്നതാണ്. ഒരു സൂയിസൈഡിലേക്ക് പോകുന്ന ഒരാൾ ദിവസങ്ങൾക്ക് മുമ്പാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നെങ്കിൽ അതിനകത്ത് അയാൾ ചില ചേഷ്ടകൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ കാണാൻ പറ്റും, ഏറ്റവും അടുത്ത് സംസാരിക്കുന്നവർ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ അതിനകത്ത് അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരാൾ പോലും ഇതിനകത്തൊന്നും രക്ഷപ്പെടാൻ പാടില്ല. 6 പേരെ അറസ്റ്റ് ചെയ്തെന്ന് പറയുന്നു. പിന്നെ ചില കാമ്പസുകളിൽ ചില അധ്യാപകരുണ്ട്. ഈ 12 പ്രതികൾ, അതായത് ഈ കൃത്യം നിർവഹിച്ച 12 പേർ, ഇപ്പൊ അറസ്റ്റ് ചെയ്ത 6 പേർക്ക് ഭാഗികമായിട്ടൊക്കെ ഇതിൽ പങ്കുണ്ടാവുള്ളൂ. പക്ഷെ കൃത്യം ചെയ്ത ഈ ക്രിമിനലുകൾ, ഈ SFI നേതാക്കന്മാർ, യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ, യൂണിയൻ ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ, അവരിതാ ഈ അസ്ലം പറഞ്ഞ കേട്ടില്ലേ, പോകുന്ന സമയത്ത് ഇവരെ പ്രതിരോധിച്ചത്, ഇവരെ അവിടെ തടഞ്ഞത് ഈ കൊലപാതകികളാണ്. അവിടെ പോലീസിനറിയാം, ഡീനിനറിയാം ആരാണ് ചെയ്തതെന്ന്. അപ്പോ ക്യാമ്പസിൽ അല്ല, ഇങ്ങനെ ഒരു ക്രൂരകൃത്യം നടന്നിട്ടും ക്യാമ്പസിൽ സ്വൈരവിഹാരം നടത്താൻ അനുമതി കൊടുത്ത ആ ഡീനിനെയല്ലേ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത്? ഡീനിനെയല്ലേ അറസ്റ്റ് ചെയ്യേണ്ടത്? അല്ല, ഞാൻ അതിലേക്ക് വരാം. ഡീനിന്റെ കാര്യം ഒന്ന്, പിന്നെ പോലീസിന്റെ കാര്യം പറഞ്ഞു. പോലീസിന് ഒരു കാര്യമുണ്ട്. ഇപ്പം സ്വാഭാവികമായിട്ട് പുറത്തു വന്ന റിപ്പോർട്ട് ഞാനും ഒക്കെ അന്ന് തന്നെ വാർത്ത കണ്ടതാണ്. കോളേജ് ക്യാമ്പസിൽ ഹോസ്റ്റലിനകത്തൊരു കുട്ടി ആത്മഹത്യ ചെയ്തു. അപ്പോൾ പോലീസിനെ എടുത്തിയാടി പോലീസിന്റെ കുറ്റമല്ല, പോലീസിനൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനകത്ത് പോലീസിന് വിദഗ്ധമായ റിപ്പോർട്ട്, ഫോറൻസിക് റിപ്പോർട്ട്. ഇപ്പൊ 3 ദിവസത്തിന് മുമ്പ് എന്റെ തൊട്ട അയൽവാസി പഞ്ചാബിൽ നിന്നൊരു കുട്ടി വന്നു. ആ കുട്ടിക്ക് വയറ്റുവേദനയായിട്ട് ശാസ്താംകോട്ടയുള്ള പത്മാവതി, ഇപ്പൊ ആസ്റ്റർ മെഡിക്കൽ കോളേജാണ്, ആ ഹോസ്പിറ്റലിൽ ചെന്നു. വയറ്റുവേദനയായിട്ട് തന്നെയാണ്. 2ാമത്തെ ദിവസം രാത്രി ആ കുട്ടി മരിച്ചു. ഇന്നലെ ആ കുട്ടിയുടെ കബറടക്കമായിരുന്നു. അപ്പൊ അത് അവര് പരാതി കൊടുത്തു. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ അതിന്റെ പോസ്റ്റ്മോർട്ടം നടത്തി. ഞങ്ങളൊക്കെ അതിന് ശക്തമായിട്ട് നിൽക്കുകയാണ്. അപ്പം അതിനകത്തേക്ക് അന്വേഷിക്കുകയാണ്. കാര്യം അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വേണം, വിദഗ്ധമായി എന്നിട്ട് ഫോറൻസിക്കിന് അയച്ചു. എന്തുകൊണ്ടാണ് ഈ കുട്ടി വെറും ഒരു വയറ്റുവേദന ചെയ്യുന്ന കുട്ടി 2ാമത്തെ ദിവസം ഡെഡ് ബോഡി പുറത്തു കൊണ്ടുവന്ന് അറ്റാക്കായിട്ട് വന്നു? 21 വയസ്സേ ഉള്ളൂ. അപ്പൊ ഇതിനെക്കുറിച്ച് പത്രത്തിലൊന്നും അതിന്റെ വാർത്തകൾ വന്നിട്ടില്ല. കാരണം അതിന്റെ വ്യക്തമായി ഫോറൻസിക് റിപ്പോർട്ട് അവർ പറഞ്ഞിരിക്കുന്നത് സ്പ്ലീൻ ഉൾപ്പെടെയുള്ള എല്ലാം ടെസ്റ്റ് ചെയ്യണം, ആഹാരമാണോ. അപ്പൊ അതുകൊണ്ട് പോലീസിന് ഒരു കുട്ടിയെ വന്ന പ്രാഥമിക റിപ്പോർട്ട് എന്ന് പറയുന്നത് ആത്മഹത്യ ചെയ്തു എന്നാണ്. പോലീസ് ആ രീതിയിലാണ്, അൺനാച്ചുറൽ ഡെത്ത് എന്നുള്ള രീതിയിലാണ് പോലീസ് ആദ്യം അതിനെ കാണുന്നത്. അപ്പോൾ അതിന് വിദഗ്ധമായ റിപ്പോർട്ട് വരണം. ഈ കുട്ടി മരിച്ചത് എങ്ങനെയാണ്? ഇപ്പോഴാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നേരത്തെ പ്രിയപ്പെട്ട 2 വിദ്യാർത്ഥി സുഹൃത്തുക്കൾ പറഞ്ഞതുപോലെ ആ പയ്യന്റെ ദേഹത്ത് ഒരുപാട് പാടുകൾ ഉണ്ടായിരുന്നു, കഴുത്തിൽ വയറ് കെട്ടി മുറിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വരുന്ന കാര്യങ്ങൾ. ഇനിയാണ് ഞാൻ പറഞ്ഞ കാര്യം, ഇതൊരു സ്വാഭാവികമായ ഒരു ആത്മഹത്യയായിരുന്നോ, അതോ ഉപദ്രവിച്ചതിന് ശേഷം കെട്ടിത്തൂക്കിയതായിരുന്നോ, അതോ ഇതൊരു കൾപ്പബിൾ ഹോമിസൈഡ് ആയിരുന്നോ? ഇതെല്ലാം വ്യക്തമായിട്ട് പുറത്തു വരണമെന്നുണ്ടെങ്കിൽ വ്യക്തമായ ഫോറൻസിക് റിപ്പോർട്ട് വ്യക്തമായിട്ട് വരേണ്ടി വരും. ഇത് പ്രാഥമിക റിപ്പോർട്ടാണ്. പോസ്റ്റ്മോർട്ടത്തിൽ ആ ഇൻക്വസ്റ്റ് തയ്യാറാക്കുകയും അതിനുശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പുറമേ കാണുന്ന കാര്യങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പോസ്റ്റ്മോർട്ടത്തിൽ വരുന്ന റിപ്പോർട്ട് ഡോക്ടർ വരും. പക്ഷെ ഇതിനകത്ത് ഫോറൻസിക് റിപ്പോർട്ട് വരാനുണ്ട്. അതിന് ചിലപ്പോൾ 1-2 ആഴ്ച. വക്കീലെ, കേരള പോലീസ് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഈ സത്യമൊക്കെ പുറത്തു വരുന്നു തോന്നുന്നുണ്ടോ? ഇപ്പൊ പ്രതികളെ സംരക്ഷിക്കുന്ന ആരാ? കേരള പോലീസ്. ഒരു കാര്യം കൂടി, വയനാട് CPM ജില്ലാ സെക്രട്ടറി, അയാളുടെ അനുഗ്രഹാശിസുകളോടെയാണ് ഇവർ അഴിഞ്ഞാടുന്നത് ക്യാമ്പസിൽ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഇവരാരുടെ സംരക്ഷണയിലാണ്? ഈ CPM നേതാക്കന്മാരുടെ സംരക്ഷണയിലാണ്. അവരാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതൊക്കെ താങ്കൾ പറഞ്ഞു എല്ലാ ക്യാമ്പസുകളിലും നടക്കുന്നുണ്ട്. അതിനൊക്കെ ഒരു തടയിടണ്ടേ? ആരാണ്? എനിക്കും താങ്കൾക്കും പറ്റുമോ? ഇവിടെ ഒരു സർക്കാരില്ലേ സാർ, ഒരു ഭരണകൂടം ഇല്ലേ? കേൾക്കൂ ഒരു നിമിഷം. ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുന്നവർ ആദ്യം ക്യാമ്പസിൽ സമാധാനപരമായി പഠിക്കാനുള്ള അവസരമൊരുക്കണം. അതല്ലേ ചെയ്യേണ്ടത്? അവിടെ എന്താണ് നടക്കുന്നതെന്ന് പരിശോധിക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? അതിനാണല്ലോ ഇവിടെ പോലീസും മറ്റ് സംവിധാനങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ നോക്കൂ, അടുക്ക് ബലദേവ്, ഇത് ഭരണകൂടത്തിന്റെ വീഴ്ച കൂടിയാണ്. ഇപ്പൊ പല ക്യാമ്പസുകളിൽ നടക്കുന്നു. ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഈ ക്യാമ്പസിൽ ഇതിനു മുമ്പ് സമാനമായ രീതിയിൽ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട് അടുക്കെ ബലദേവ്. അത് പുറത്തു വന്നിട്ടില്ല. ഇനി അടുത്ത ദിവസങ്ങളിൽ ഒരുപക്ഷെ അത് പുറത്തു വന്നേക്കാം. സമാനമായ രീതിയിൽ ഒരു കുട്ടിയെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ആർക്കും അറിയില്ല.
അത് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ പുറത്തു വരും അഡ്വക്കേറ്റ് ബലദേവ്. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ പേര്. 1976-87 ഞാൻ കൊല്ലം ശ്രീനാരായണ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിച്ചു. അവിടെ അന്ന് നടന്നൊരു സംഭവമാണ് ഇപ്പോൾ CPM നടത്തുന്നത്. ജനുവരി 4 ശ്രീമാർ ദിനം. ഞാനൊക്കെ അവിടെ പഠിക്കുന്ന സമയത്താണ് 82-ലാണ് നടന്നത്. അപ്പൊ അത് അതിനകത്ത് AVP-കാരായിരുന്നു പ്രതികൾ. അങ്ങനെ നടന്നു. അപ്പൊ അത് AVP എന്ന് ഞാൻ അതിനെ തെറ്റു പറയുന്നല്ല. അത് കോളേജിൽ ഒരു സംഘർഷം ഉണ്ടായി. ഒരു AVP പ്രവർത്തകൻ ഈ ശ്രീമാറിനെ കുത്തുകൊണ്ട് ശ്രീമാർ മരിച്ചു. ഇതായിരുന്നു കൊല്ലം ശ്രീനാരായണ കോളേജ് നടന്ന സംഭവം. അപ്പൊ ഇത് ഇന്നലെ തുടങ്ങിയ സംഭവമല്ല. ഇത് ഞാൻ പറഞ്ഞ 1980 പറയുമ്പോൾ 43 വർഷങ്ങൾക്ക് മുമ്പുള്ള, ഞാൻ കൊല്ലം ശ്രീനാരായണ കോളേജിൽ പഠിക്കും. ഞങ്ങൾ അതിന്റെയൊക്കെ കണ്ട സംഭവമായിരുന്നു. ശ്രീമാനെ കൊണ്ടുപോയി താങ്കൾ അതുമായിട്ട് താരതമ്യം ചെയ്യരുത്. വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനകളിൽ പെട്ട് മരണപ്പെട്ട കൊല്ലപ്പെട്ട പലരും ഉണ്ട്. ഇത് അതുപോലെയല്ല സാർ. ഇതിനെ ലാഘവത്തോടെ കാണരുത്. ഇത് 3 ദിവസം ഒരു വിദ്യാർത്ഥിയെ പട്ടിണിക്കിട്ട് ക്രൂരമായി മർദ്ദിച്ച് തല്ലിച്ചതച്ച് പ്രാകൃതമായ രീതിയിൽ കൈകാര്യം ചെയ്ത ശേഷം കൊലപ്പെടുത്തുകയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അല്ല, അത് വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടന അത് മാറ്റിവെക്കണം. അതും ഇതും താരതമ്യം ചെയ്യാനേ പാടില്ല. അല്ല, ഇതെല്ലാം തന്നെ ഈ കോളേജുകളിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള വിദ്യാർത്ഥി സംഘടനകൾ, അതാണ് ഞാൻ പറഞ്ഞത്. ഈ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനം വിശേഷിച്ചും പ്രൊഫഷണൽ കോളേജുകളിൽ പല തെറ്റായ രീതികളിൽ പോകുന്നതുകൊണ്ട് പ്രൊഫഷണൽ കോളേജിൽ വിദ്യാർത്ഥി സംഘടനകൾ നിരോധിക്കണം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ. അത് പല പേരിലാണ് അവർ പ്രവർത്തിക്കുന്നത്. അങ്ങനെ തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയുള്ളൂ, അത് SFI ആണ്. അതെ, അത് അങ്ങനെ നമുക്ക് പറയാം. ഒരു മിനിറ്റ്, എനിക്ക് പ്രൊഫഷണൽ കോളേജുകളിൽ മഹാരാജാസ് കോളേജ് കഴിഞ്ഞ ദിവസങ്ങൾ അടച്ചിട്ടു. എന്തുകൊണ്ട് അടച്ചിട്ടു? മഹാരാജാസ് കോളേജ് കഴിഞ്ഞ ദിവസം അടച്ചിട്ടു. എന്തുകൊണ്ട് അടച്ചിട്ടു? പത്തനംതിട്ട ഒരു കോളേജിൽ നിന്ന് ഒരു DYFI പ്രവർത്തകനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനു അറസ്റ്റ് ചെയ്തു? ഇതെല്ലാം നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇതിന്റെ ഒരു ഭാഗത്ത് SFI ആണ്. എന്തുകൊണ്ട് SFI ഉണ്ടാകുന്നു? ഇത്തരത്തിലുള്ള ഇടിമുറികളും ഇത്തരത്തിൽ കോട്ട പോലെ കെട്ടിവച്ചിട്ട് മറ്റൊരു വിദ്യാർത്ഥിയെയും സ്വതന്ത്രമായിട്ട് വിഹരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കാത്ത, താമസിക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ അടച്ചു പൂട്ടുന്ന ഹോസ്റ്റലുകൾ, പാർട്ടി ഓഫീസുകളാക്കുന്ന ഹോസ്റ്റലുകൾ, ഇതിൽ വിദ്യാർത്ഥി സംഘടനാ പ്രശ്നമല്ല ഇത്. അല്ല, ഈശ്വർ പ്രസാദ്, തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജ് ഉണ്ടല്ലോ. യൂണിവേഴ്സിറ്റി കോളേജ് ഇപ്പോൾ ഇതൊക്കെ നടക്കുന്നുണ്ട്. അവിടെ ഇടിമുറിയൊക്കെ ഉണ്ടല്ലോ. എന്ത് നടപടിയെടുക്കും? ഹോസ്റ്റലുകളും ക്യാമ്പസുകളും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അക്രമത്തിന്റെ പാതയുണ്ടാക്കുന്നു, ലഹരി വസ്തുക്കൾ വിതരണം ചെയ്യുന്നു. ഞാൻ ഈ സിദ്ധാർത്ഥിന്റെ ഈശ്വർ ഒരു മിനിറ്റ് നിങ്ങൾ ഈ വിഷയത്തിൽ അറസ്റ്റ് ചെയ്ത ആൾക്കാരെ വെക്കാം. ഞാൻ ഒരിക്കലും സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തെ ന്യായീകരിക്കുകയല്ല. തെറ്റ് തന്നെയാണ്. ആ പ്രതികൾ ആരായിരുന്നാലും അറസ്റ്റ് ചെയ്യണം. പക്ഷെ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഞാൻ ഉദാഹരണം പറഞ്ഞു. ഞാൻ കൊല്ലം ശ്രീനാരായണ കോളേജ് പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് SFIക്കാരും നിരവധി പേര് കോളേജ് ക്യാമ്പസിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളുണ്ട്. അതിനൊന്നും ഞാൻ ഇതിന് മറുപടിയായിട്ട് ഞാൻ പറയുകയല്ല. അതിനകത്ത് പലരും സംഭവിക്കുന്നുണ്ട്. ഇപ്പോഴും നമുക്കറിയാമല്ലോ, ഒരു കനക പറയുന്ന പയ്യനെ ഡൽഹി യൂണിവേഴ്സിറ്റി ഇട്ട് AVP-കാർ ചെയ്തു സംഭവം നമുക്ക് അറിഞ്ഞൂട്ടെ. അപ്പൊ അതിനൊന്നും ന്യായീകരിക്കല്ലേ ഞാൻ. ഒരു തെറ്റിന്റെ മറ്റൊരു തെറ്റുകൊണ്ട് ന്യായീകരിക്കല്ല. ഒറ്റ കാര്യം, രോഹിത് വെമുല എന്ന വിദ്യാർത്ഥിക്ക് വേണ്ടി ഒരു മിനിറ്റ് കണ്ണീരൊഴുക്കിയവരാണല്ലോ ഇടതുപക്ഷത്തെ സാംസ്കാരിക നായകന്മാരൊക്കെ, അല്ലെ? രോഹിത് വെമുല എത്ര ദിവസം ചർച്ച ചെയ്തു? കേരളത്തിൽ എത്ര ദിവസം ചർച്ച ചെയ്തു? രോഹിത് വെമുലയ്ക്ക് വേണ്ടി കണ്ണീരൊഴുക്കിയവർ എന്തുകൊണ്ട് സിദ്ധാർത്ഥിന് വേണ്ടി കണ്ണീരൊഴുക്കുന്നില്ല? ആരെങ്കിലും പ്രതികരിച്ചോ? ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു ആൾക്കൂട്ട വിചാരണയ്ക്ക് ശേഷം ഒരു യുവാവിനെ, 21 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തുന്നു. ഇവിടെ മനസാക്ഷിയുള്ള ആരെങ്കിലും ഉണ്ടോ? അഡ്വക്കേറ്റ് ബലദേവ്, ഈ വിഷയം അതിന്റെ ഗൗരവത്തിൽ ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ? നമ്പേരെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിനകത്ത് ഇടതുപക്ഷത്തിലുള്ള ഒരു ചെറിയ രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാനം. എനിക്ക് എന്റെ അഭിപ്രായമല്ലേ പറയാൻ പറ്റൂ. CPM-ന്റെ അഭിപ്രായം എനിക്ക് പറയാൻ പറ്റില്ല. CPI-യുടെ അഭിപ്രായം എനിക്ക് പറയാൻ പറ്റില്ല. അവരെന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് മറുപടി ഇല്ല അതിന്. കാര്യം എനിക്ക് എന്റെ പാർട്ടിയുടെ കാര്യങ്ങളെ പറയാൻ പറ്റും. ഞാൻ ഇതിന് 100% സിദ്ധാർത്ഥിന്റെ കൊലപാതകം അത് ആത്മഹത്യയായാലും അത് തെറ്റാണ്. അതിനാരാണോ തെറ്റ് ചെയ്ത് അവരെ ഇത്ര അറസ്റ്റ് ചെയ്യണം. അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. പക്ഷേ കേരള പോലീസ്, പിണറായി വിജയന്റെ പോലീസ് അന്വേഷിച്ചാൽ ഒരിക്കലും സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കൾക്ക് നീതി ലഭിക്കില്ല. ഞാൻ പറയുന്നു, വരും ദിവസങ്ങളിൽ നോക്കിക്കോ, ഈ യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെട്ടു പോകും. അതിനുള്ള എല്ലാ സംവിധാനങ്ങളുമാണ് ഇപ്പോൾ ഒളിവിൽ അവർക്ക് ഒരുക്കി കൊടുക്കുന്നത്. അഡ്വക്കേറ്റ് ബലദേവ്, നിങ്ങൾ നോക്കിക്കോ, എൻ്റെ വാക്കുകൾ നിങ്ങൾ രേഖപ്പെടുത്തിക്കോ.